എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ ദേവസ്വം ബോർഡ് LDC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. 30 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, നിലവിലെ കേരള ദേവസ്വം മന്ത്രി ആരാണ്? നിലവിലെ കേരള ദേവസ്വം മന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി VN വാസവൻ. VN വാസവനാണ് കേരളത്തിലെ നിലവിലെ ദേവസ്വം മന്ത്രി. ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ എത്ര? ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ എത്ര? ആൻസർ ഓപ്ഷൻ ബി 4. ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ 4 ദൈവദശകം എഴുതിയത് ആരാണ്? ദൈവദശകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എഴുതിയത്. ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ചെണ്ട, മദ്ദളം, ഇലത്താളം. ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയാണ് ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്നത്. പഞ്ചവാദ്യത്തിൽപ്പെടാത്ത വാദ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവാദ്യത്തിൽപ്പെടാത്ത വാദ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചെണ്ട. ചെണ്ടയാണ് പഞ്ചവാദ്യത്തിൽ പെടാത്തത്. ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം ഏതാണ്? ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുനെല്ലി. തിരുനെല്ലിയാണ് ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം. യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് ഏത് വേദത്തിൽ പ്രതിപാദിക്കുന്നു? യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് ഏത് വേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ അഥർവവേദം. അഥർവവേദത്തിലാണ് യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് പ്രതിപാദിക്കുന്നത്. തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവ് ആരാണ്? തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ചേന്നാസ് നാരായണൻ നമ്പൂതിരി. ചേന്നാസ് നാരായണൻ നമ്പൂതിരിയാണ് തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവ്. പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം. പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തന്ത്ര സമുച്ചയം. തന്ത്ര സമുച്ചയമാണ് പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം. ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം. ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം. ആൻസർ ഓപ്ഷൻ സി മിഴാവ്. മിഴാവാണ് ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി TK നാരായണപിള്ള. TK നാരായണപിള്ളയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ എ T പ്രകാശം. T പ്രകാശമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ശാസ്താവിന്റെ വാഹനം. ശാസ്താവിന്റെ വാഹനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കുതിര. കുതിരയാണ് ശാസ്താവിന്റെ വാഹനം. 1928 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? 1928 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂർ. പയ്യന്നൂരിലാണ് 1928 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത്. പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ്
പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം? മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന രൂപീകൃതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1956 നവംബർ 1. 1956 നവംബർ 1 മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത്. തൃശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്ന വർഷം? തൃശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി 1947. 1947 തൃശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം? ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ എ ഒറ്റപ്പാലം. ഒറ്റപ്പാലത്താണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് ആവശ്യം ഉന്നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യറാണ് ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടന സ്ഥാപിതമായ വർഷം? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1938. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടന സ്ഥാപിതമായ വർഷം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? ആൻസർ ഓപ്ഷൻ ഡി പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. എതിരാളിയുടെ പകുതി ശക്തി കൂടി ലഭിക്കണമെന്ന വരം ലഭിച്ച പുരാണ കഥാപാത്രം? എതിരാളിയുടെ പകുതി ശക്തി കൂടി ലഭിക്കണമെന്ന വരം ലഭിച്ച പുരാണ കഥാപാത്രം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ബാലി. ബാലിയാണ് എതിരാളിയുടെ പകുതി ശക്തി കൂടി ലഭിക്കണമെന്ന വരം ലഭിച്ച പുരാണ കഥാപാത്രം. ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മൊയ്തു മൗലവി. മൊയ്തു മൗലവിയാണ് ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്. രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി സരോജിനി നായിഡു. സരോജിനി നായിഡു ആയിരുന്നു രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം? സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം
ഐക്യകേരളം സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആലുവ. ആലുവയാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യകേരളം സമ്മേളനം നടന്ന സ്ഥലം. ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. ഘടോത്കചൻ ആരുടെ മകനാണ്? ഘടോത്കചൻ ആരുടെ മകനാണ്? ആൻസർ ഓപ്ഷൻ എ ഭീമൻ. ഭീമന്റെ മകനാണ് ഘടോത്കചൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി വള്ളത്തോൾ. വള്ളത്തോളിനെയാണ് കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നത്.